2022 ഫെബ്രുവരി 24 റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ യുക്രൈനെതിരെ അധിനിവേശം ആരംഭിച്ചപ്പോൾ അവർക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു: യുക്രൈൻ എളുപ്പത്തിൽ കീഴടങ്ങുമെന്ന്. യുക്രൈനെ നിരായുധീകരിക്കുക, നാസിസത്തിൽ നിന്ന് മോചിപ്പിക്കുക, ഡോൺബാസ് മേഖലയിലെ റഷ്യൻ വിഘടനവാദികൾക്കെതിരായ വംശഹത്യയ്ക്ക് പകരം ചോദിക്കുക, യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക. ഇതായിരുന്നു പുടിൻ്റെ അന്നത്തെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. എന്നാൽ യുക്രൈനിൻ്റെ അപ്രതീക്ഷിതമായ പ്രതിരോധം ഈ കണക്കുകൂട്ടലുകളെ തകിടം മറിച്ചു. 3 വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ആക്രമണവും പ്രത്യാക്രമണവും തുടരുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും കനത്ത ആൾനാശവും സാമ്പത്തിക നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ യുക്രൈന് ഏറ്റവും വലിയ കരുത്ത് നൽകിയത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സൈനിക സാമ്പത്തിക സഹായമായിരുന്നു. എന്നാൽ ജോ ബൈഡന്റെ ഭരണം മാറി ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണം അധികാരത്തിൽ വന്നതോടെ സ്ഥിതിഗതികൾ മാറി. യുക്രൈനിൽ നിന്നുള്ള യുദ്ധസഹായം താത്കാലികമായി മരവിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഈ യുദ്ധത്തിന്റെ ഗതിയും ഭാവിയും മാറ്റിമറിച്ചിരിക്കുകയാണ്. യുദ്ധത്തിൽ തളർന്നിരിക്കുന്ന യുക്രൈനിന് അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും സഹായം നിർണായകമായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ തീരുമാനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. ഇതിനോടകം കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ട യുക്രൈനിൽ ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ മനുഷ്യക്കുരുതികൾ നടക്കുമെന്നും ആശങ്കകളുണ്ട്. കഴിഞ്ഞ ആഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഈ ആശങ്കകളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം യുക്രൈൻ നേരിട്ട ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നുമായിരുന്നു ഇത്. യുക്രൈനിൻ്റെ F-16 വിമാനം തകർക്കപ്പെടുകയും പൈലറ്റ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. യുക്രൈൻ ഇതുവരെ റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് അമേരിക്കയുടെ പാട്രിയോട്ട് എയർ ഡിഫൻസ് സംവിധാനത്തെയാണ്. F-16 വിമാനങ്ങൾക്ക് ആവശ്യമായ വെടിക്കോപ്പുകളും അമേരിക്കയുടെ സംഭാവനയായിരുന്നു. നാറ്റോ അംഗത്വമെന്ന യൂറോപ്യൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ആവശ്യത്തിന് പകരമായി ബൈഡൻ ഭരണകൂടം നൽകിയ സഹായമായിരുന്നു ഇവ. എന്നാൽ ഈ ആയുധ സഹായം താത്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ മിസൈൽ പ്രതിരോധം യുക്രൈന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ തന്നെ ട്രംപ് ഈ തീരുമാനം സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് നടപ്പിലാക്കിയത്. ഇതോടെ റഷ്യ ആക്രമണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടായതാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് പെന്റഗൺ വിലയിരുത്തുന്നു. പാട്രിയോട്ട് മിസൈൽ സംവിധാനത്തിന്റെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുണ്ടെങ്കിലും അത് നേടാൻ ഏറെ സമയമെടുക്കും. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പുറമെ ഇസ്രായേൽ ഇറാൻ യുദ്ധവും കനത്തതോടെ അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാട്രിയോട്ട് മിസൈലുകളുടെ കാര്യത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി കൂടുതൽ മിസൈലുകൾ ആവശ്യമാണെന്ന വിലയിരുത്തലും ഈ മരവിപ്പിക്കൽ തീരുമാനത്തിന് പിന്നിലുണ്ട്. അമേരിക്കയുടെ ഈ തീരുമാനം യുക്രൈൻ്റെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നതും അത് യുക്രൈന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. 2022 യുദ്ധം തുടങ്ങിയതിനു ശേഷം അമേരിക്ക ഏകദേശം $77 ബില്യൺ സഹായമാണ് യുക്രൈന് നൽകിയത്. യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം $85 ബില്യൺ സഹായം നൽകി. എന്നാൽ ട്രംപിന്റെ ഭീഷണിക്കിടയിലും യൂറോപ്പ് സഹായം തുടരുമെന്ന് പറഞ്ഞെങ്കിലും അതുകൊണ്ട് മാത്രം യുക്രൈന് പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് കീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വേൾഡ് എക്കോണമി വ്യക്തമാക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധ മേഖലയിൽ വലിയ തോതിൽ പണം നീക്കിവെക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണ് ഇതിന് കാരണമെന്നും ഒരു വിലയിരുത്തലുണ്ട്. ഇതോടെ യുക്രൈൻ സ്വന്തം നിലയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു. 2025 ജൂൺ 13 ഹ്രസ്വദൂര മിസൈലുകൾ വൻതോതിൽ നിർമ്മിക്കാനുള്ള പദ്ധതികൾ യുക്രൈൻ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ജൂൺ 1 ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന പേര് നൽകിയ ഡ്രോൺ ആക്രമണത്തിന് യുക്രൈൻ നേതൃത്വം നൽകിയിരുന്നു. റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ ഉൾപ്പെടെ തകർക്കുകയും ചെയ്തു. ലളിതവും എന്നാൽ കരുത്തുറ്റതുമായ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത്ര വലിയ ആക്രമണം നടത്തിയത് സൈനിക ലോകത്ത് തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. നേരത്തെ റഷ്യൻ യുദ്ധക്കപ്പലായ മോസ്കോ കരിങ്കടലിൽ തകർത്തതും യുക്രൈന് വലിയൊരു ആത്മവിശ്വാസം നൽകിയിരുന്നു. അങ്ങനെ യുദ്ധം റഷ്യക്കും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടതാണ് കണക്കുകൾ. എന്നിരുന്നാലും പിന്നോക്ക പ്രദേശങ്ങളിലെ ദരിദ്രർക്ക് ധനസഹായവും മറ്റും വാഗ്ദാനങ്ങളും നൽകി വംശീയ ന്യൂനപക്ഷങ്ങളെയും കുടിയേറ്റക്കാരെയും റിക്രൂട്ട് ചെയ്ത് തടവുകാർക്ക് മാപ്പ് വാഗ്ദാനം ചെയ്ത് റഷ്യ സൈനിക ബലം വർദ്ധിപ്പിക്കുന്നുണ്ട്. റഷ്യയുടെ വ്യാവസായിക അടിത്തറ ഈ യുദ്ധത്തിൽ അവർക്ക് ഗുണം ചെയ്യുന്നുമുണ്ട്. എന്നാൽ യുക്രൈനിൻ്റെ അവസ്ഥ വ്യത്യസ്തമാണ്. 1 ലക്ഷം സൈനികരുടെ മരണനിരക്കും ആയുധങ്ങളുടെ കുറവും സൈനികർ ഒളിച്ചോടുന്നതും നിർബന്ധിത സൈനിക സേവനം ഒഴിവാക്കാൻ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നതും ഇവയെല്ലാം യുക്രൈനിൻ്റെ പ്രധാന വെല്ലുവിളികളാണ്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യക്ക് യുദ്ധത്തിൽ മേൽക്കൈയുണ്ട്. അമേരിക്കയുടെ ദൃഢമായ പിന്തുണ യുക്രൈന് വലിയ കരുത്തായിരുന്നു. എന്നാൽ ട്രംപിന്റെ ആയുധ സഹായ മരവിപ്പിക്കൽ തീരുമാനം ഈ പിന്തുണയെ ചോദ്യചിഹ്നത്തിലാക്കിയിരിക്കുന്നു. റഷ്യ ഈ സാഹചര്യം മുതലെടുത്താൽ യുക്രൈന്റെ പരാജയം അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ കുറവ് കൊണ്ടാകില്ല, പകരം അമേരിക്കയുടെ തീരുമാനം മൂലമാകും. 2022 തുടങ്ങിയ ഈ യുദ്ധം ലക്ഷക്കണക്കിന് ജീവനുകൾ കവർന്നിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് യുക്രൈനുകാർ രാജ്യം വിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടു. പണപ്പെരുപ്പം വർദ്ധിച്ചു. ലോക സമ്പദ് വ്യവസ്ഥ തന്നെ കീഴ്മേൽ മറിഞ്ഞു. പുതിൻ കരുതിയത് യുക്രൈനെ എളുപ്പത്തിൽ കീഴടക്കാമെന്നാണ്. എന്നാൽ യുക്രൈൻ സൈന്യം ശക്തമായി ചെറുത്തുനിന്നു.
2022 ഫെബ്രുവരിയിൽ വടക്കും കിഴക്കും തെക്കുമായി റഷ്യൻ സൈന്യം യുക്രൈനിൽ കടന്നുകയറി ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്തെങ്കിലും തലസ്ഥാനമായ കീവ് തൊടാൻ കഴിഞ്ഞില്ല. മാർച്ചോടെ റഷ്യൻ സൈന്യം വടക്കും തെക്കുമായി ഒതുങ്ങി. യുക്രൈൻ പിടിക്കുക എന്ന ലക്ഷ്യം പുതിൻ മാറ്റിവെച്ചു. പകരം ഡോൺബാസ് മേഖലയെ സ്വതന്ത്രമാക്കാനുള്ള യുദ്ധത്തിലേക്ക് തിരിഞ്ഞു. 2022 സെപ്റ്റംബറിൽ ഹെർസോൺ, സാഫോറീഷ്യ എന്നിവ റഷ്യ ഏകപക്ഷീയമായി സ്വതന്ത്രമായി പ്രഖ്യാപിച്ചു. എന്നാൽ 2022 നവംബറിൽ ഹെർസോൺ യുക്രൈൻ തിരിച്ചു പിടിക്കുകയും ചെയ്തു. യുദ്ധം റഷ്യക്കും യുക്രൈനും ഭൗതിക നാശം വരുത്തുന്നതോടൊപ്പം ലോക സമ്പദ് വ്യവസ്ഥയും പല രീതിയിൽ തകർത്തു. ഭക്ഷ്യ ഇന്ധന വിപണികളിൽ വിലക്കയറ്റം രൂക്ഷമായി. യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന 2 രാജ്യങ്ങളും ഇവയുടെ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിൽ റഷ്യയോടുള്ള പ്രിയമല്ല. പുതിനെ വിമർശിച്ചുകൊണ്ട് ട്രംപ് ദിനം പ്രതി പ്രസ്താവനകളും നടത്തുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം തൻ്റെ ഇടപെടലിലൂടെ അവസാനിപ്പിക്കാനാകുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലും ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിലും തൻ്റെ ഇടപെടലാണ് കാരണമെന്ന് ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിനും ഇത് സാധ്യമായാൽ അത് തൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ഉയർത്തുമെന്നാണ് ട്രംപ് കരുതുന്നത്. അതിനായി റഷ്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്താനുള്ള ബിൽ ട്രംപ് അവതരിപ്പിക്കാനും ഒരുങ്ങുകയാണ്. കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലേക്ക് പുതിനെ എത്തിക്കുക എന്നതാണ് ട്രംപിന്റെ ഏകപക്ഷീയമായ ലക്ഷ്യം. Waytonikah.com, the exclusive Muslim matrimonial site.